ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്പൈസിയും ടേസ്റ്റിയുമായ ചിക്കൻ ഫ്രൈ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് എല്ലോട് കൂടിയുള്ള പീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഓരോ പീസ് ഇതേപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചതച്ചത്. പാകത്തിന് ഉപ്പും കൂടി ഇടാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസെല്ലാം വേവിച്ചെടുക്കാം. അങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിതിൽ ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ല. ഇത് എന്നിട്ട് നമുക്കിത് ചെറിയ തീയിലും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാല നന്നായിട്ട് ആ ചിക്കൻ പീസിലെല്ലാം പിടിക്കുകയും പിന്നീട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എണ്ണ ഉപയോഗിക്കാനും പറ്റും. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വറ്റി വരും. അപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് ഇതിലെല്ലാം പുരട്ടി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൂടെ അടച്ചു വെക്കുവാണേ. നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ചാറൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്, കുറുകി വരുന്നു. അപ്പോൾ ആ കുറുകിയ അരപ്പ് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾക്ക് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കുന്നതനുസരിച്ച് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വറ്റി ഇതിനകത്തങ്ങ് പിടിച്ച് ചേരും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പുരണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം തിരിച്ചിടാം. ഫ്രൈ 2 സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ പൊടിക്കൈ എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയിട്ട് ഇളക്കിയെടുക്കാം. കറിവേപ്പിലയുടെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്ന് നല്ല മണം വരുന്നുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കറിവേപ്പില എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു അട്ടാറ് മണം എന്ന് പറയുന്നത് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എണ്ണയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഒരു ക്രിസ്പിയായ ടേസ്റ്റി ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇത് എന്ത് ഫുഡ് ഐറ്റത്തിൻ്റെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.